ഇതിനൊക്കെ ഞാൻ പോകുമ്പൊഴികൾ ഉണ്ടാക്കാം. ഇവിടെ അടുത്ത് എൻ്റെ ഒരു വീടുണ്ട്. ഞാൻ കുറേ നാൾ മുമ്പ് വാങ്ങിച്ചിട്ടതാ. ഇപ്പൊ വാടകക്കാരുമില്ല. നിങ്ങൾക്ക് ആ വീട് ഇഷ്ടപ്പെടുവെങ്കിൽ അവിടെ താമസിക്കാം. അത് വേണ്ട ഗിരി, അതെന്തായാലും ശരിയാവില്ല. എന്താ ശരിയാവാത്തത്? എന്താ നന്ദിനി ഇങ്ങനെ? നിങ്ങൾക്കിപ്പോ വേണ്ടത് ഒരു വീടാ. ആ വീട് എന്റേതായി പോയതുകൊണ്ട് എന്താ കുഴപ്പം? നിങ്ങൾ ഇങ്ങനെ ഒരു അവസ്ഥയിൽ കണ്ടിട്ട് എനിക്കിവിടെ ഇട്ടിട്ട് പോവാനും തോന്നുന്നില്ല. എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കേ. അങ്ങള് വാടകയ്ക്ക് തരുന്ന വീടല്ലേ അമ്മേ, അതിലെന്താ തെറ്റ്? എങ്കില് അങ്ങനെ ആവട്ടെ. ഗിരിക്കൊരു ബുദ്ധിമുട്ടാവരുത്, അത്രേ ഞാൻ കരുതിയുള്ളൂ. എനിക്കെന്ത് ബുദ്ധിമുട്ട്? മീനാക്ഷി സമാധാനായിട്ടിരിക്കെ. കുഞ്ഞിനെ കണ്ടെത്താൻ അങ്കിളും സഹായിക്കാം. ഒരു കാര്യം പറയാനുണ്ട് മുണ്ടൻ. പറഞ്ഞു. എന്നെ തിരക്കി ഇവിടെ ആര് വന്നാലും എന്നെ പറ്റിയുള്ള ഒരു വിവരവും ആർക്കും പറഞ്ഞു കൊടുക്കരുത്, പ്ലീസ് മാഡം. ഞാനെന്ത് പറഞ്ഞു കൊടുക്കാനാ? സാധാരണ ഇവിടെ താമസിക്കുന്നവരുടെ പാരൻസ് വരും. അവരോട് ഇൻമേറ്റ്സിന്റെ കാര്യങ്ങള് എനിക്ക് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഇതങ്ങനെയല്ല മാഡം. ഞാൻ ചിലരെ പേടിച്ച് എവിടെ താമസിക്കുന്നത്. ഇവിടെ വന്നപ്പോ മുതൽ ഞാൻ മൈഥിലി ശ്രദ്ധിക്കുന്നു. തനിക്കെന്തോ പ്രശ്നമുണ്ട്. അതെന്നോട് തുറന്നു പറ. തുറന്നു പറഞ്ഞാല് അതിനുള്ള പരിഹാരങ്ങൾക്ക് ഞാനും സഹായിക്കാം. താൻ തുറന്നു പറ. എന്റെ ഭർത്താവിനെ പറ്റി വന്നപ്പോഴേ ഞാനൊരു സൂചന മാഡത്തിന് നൽകിയിരുന്നു. അയാളൊരു സൈക്കോപാത്താണ്. അയാൾ ഏത് നേരവും പ്രശ്നം ഉണ്ടാക്കാൻ എന്റെ പിന്നാലെ നടക്കുക. അയാളിപ്പോ ആ റോഡ് നിപ്പുണ്ട്. എവിടെ? അപ്പുറത്തെ കടയുടെ മുമ്പില്. എങ്കിൽ എനിക്ക് അവനെ ഒന്ന് കാണണമല്ലോ. മാഡം വാ, ഞാൻ കാണിച്ചുതരാം. ആ ബുള്ളറ്റ് ചാരി നിൽക്കുന്നവനാ ആള്. കണ്ടിട്ട് അവൻ സൈക്കോ ആണെന്നൊന്നും തോന്നുന്നില്ല. ചെവി അടിച്ച് 2 അടി കിട്ടാത്തതിന്റെ കുഴപ്പാ. ഇവനൊക്കെ എങ്ങനെ തലേ വന്ന് കേറി? പറ്റിപ്പോയി മാഡം, ദുർവിധിയാ. വിധിക്കായി കുറ്റം. ഇതൊക്കെ പാരന്റ്സിനെ വകവയ്ക്കാതെ ഓരോന്നും ചെയ്യുന്നതിന്റെ കുഴപ്പാ. അനുഭവിച്ചേ പറ്റൂ. അയ്യടാ, കുറുക്കനാവൻ കുറുക്കൻ. ഇങ്ങനെ കുറെ അവതാരങ്ങളും ഉണ്ട് ഭൂമിയില്. പേടിക്കൊന്നും വേണ്ട. അവൻ എന്ത് തരികിടയായിട്ട് ഇവിടെ വന്നാലും അവനെ ഞാൻ കൈകാര്യം ചെയ്തോളാം. ഞാൻ എത്ര കാലമായി ഈ ഹോസ്റ്റലിലിരിക്കുന്നു. ഇതിലും വലിയ വിളച്ചിലൊക്കെ ഞാൻ ഒതുക്കിയിട്ടുണ്ട്. നിന്ന് അവന് പേര് പിടിക്കും. ആ പിടിക്കട്ടെ, വാ. എനിക്കൊന്ന് പുറത്തു പോകണമായിരുന്നല്ലോ മാഡം. ആ യൂസ്ലെസിന്റെ കണ്ണിപ്പെടാതെ ഞാൻ എങ്ങനെ പോവും? അതിനാണോ പാട്? അതിനൊക്കെ ഉള്ള വഴി ഞാൻ ഉണ്ടാക്കിത്തരാം. ഇയാള് വാ. എന്താ അവിടെ തന്നെ നിൽക്കുന്ന? കേറി വാ. ആ
ആ കറണ്ടൊക്കെ ഉണ്ട്. കഴിഞ്ഞ ദിവസം കാറ്റും മഴയൊക്കെ ആയിരുന്നല്ലോ. കറണ്ട് ഇല്ലാതെ വരുമോന്ന് ഞാൻ സംശയിച്ചിരുന്നു. എന്താ ഇങ്ങനെ നോക്കി നിൽക്കുന്നത്? വീട് മുറിയൊക്കെ ഒന്ന് കയറി നോക്കുന്നേ. ഞാനിതൊരാൾക്ക് വാടകയ്ക്ക് കൊടുത്തിരുന്നു, ഒരു NGO ഓഫീസിലെ ക്ലർക്കിന്. നല്ല മനുഷ്യനായിരുന്നു. അതുകൊണ്ട് ഞാൻ നോക്കാനേ വരില്ലായിരുന്നു. അത്യാവശ്യം പൊടിയും മാറാലൊക്കെ കാണും. ഇന്നലെ ഞാനൊന്ന് കഴിപ്പിച്ചു, അത്രയേ ഉള്ളൂ. ബാക്കി എന്ത് വേണമെന്ന് പറഞ്ഞാൽ മതി, നമുക്ക് ഉടനെ ചെയ്യാം. എന്താ ഗിരി പറയുന്നത്? ഇതെന്ത് നല്ല വീടാ. മീനാക്ഷി എന്താ മിണ്ടാത്തെ? മുറികളോ അടുക്കളേക്കൊന്ന് കയറി കാണ. ചെല്. ആ എല്ലായിടവും കണ്ടോ? എങ്ങനെയുണ്ട്? ഞാൻ പറഞ്ഞല്ലോ ഗിരി, ഇത് ധാരാളോ. ഇത്രയും വലിയ വീടിന്റെ ആവശ്യമേ ഇല്ലായിരുന്നു. അലഞ്ഞു തിരിഞ്ഞു നടന്ന് നമുക്ക് കുഞ്ഞിനെ തിരക്കാൻ പറ്റില്ലല്ലോ. നിങ്ങൾക്ക് സ്വൈര്യമായിട്ട് അന്തി ഉറങ്ങാൻ ഒരിടം, അത്രയായിട്ടങ്ങ് കരുതിയാൽ മതി. വളരെ ഉപകാരം ഗിരി. എങ്ങനെ നന്ദി പറയണമെന്നറിയില്ല. ഞാനൊരു അന്യനാണെന്ന് തോന്നുമ്പോഴാണ് നന്ദിനിക്ക് ഇത്തരം വാക്കുകൾ വരുന്നത്. ഞാനൊരു അന്യനല്ല നന്ദിനി. എന്തായാലും ആ ഓർഫനേജില് ഒന്നിച്ചു വളർന്നവരല്ലേ നമ്മള്. ആ ഗിരി, ഇതിന് എത്ര വാടക? വാടകയോ? അതൊക്കെ എനിക്ക് വിട്ടേക്ക് നന്ദിനി. മോള് വിഷമിക്കേണ്ട, കുഞ്ഞിനെ നമുക്ക് കണ്ടുപിടിക്കാം. ആ ഞാനിപ്പോ വരാവേ. ചേച്ചി എന്നെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഒത്തിരി നേരമായോ? നിങ്ങളൊക്കെ വളരെ തിരക്കുള്ളവരല്ലേ, കാണണമെങ്കിൽ ഇതുപോലെ കാത്തു നിന്നല്ലേ പറ്റൂ. ഞാൻ എപ്പോഴും ഇന്ദ്രേച്ചി കാണാൻ അങ്ങോട്ട് വരാത്തത്?
നമ്മള് തമ്മിൽ കണക്ഷൻ ഉണ്ടെന്ന് സംസാരം വരാതിരിക്കാനാ. ആ അത് നന്നായി. അതാ ഞാൻ ഈ ഫോണിലൂടെയുള്ള സംസാരം മാത്രമാക്കിയത്. അതുപോട്ടെ ചേച്ചി എന്നോട് അത്യാവശ്യമായിട്ട് കാണുമെന്ന് പറഞ്ഞല്ലോ, അതെന്തിനാ? ആ ഒരു കാര്യമുണ്ട്. മീനാക്ഷി എനിക്കെന്റെ മകളെപ്പോലെയാണെന്നും അവളെ എനിക്കെന്റെ കൂടെ കിട്ടാനുമാണ് ഞാൻ ഈ കഷ്ടപ്പെടുന്നതെന്നും സഹീറയ്ക്ക് അറിയാലോ. അറിയാം. മീനാക്ഷി എന്റെ അടുത്തേക്ക് വരാനും എന്റെ കൂടെ താമസിക്കാനും ഒരവസരം ഒത്തുവന്നിട്ടുണ്ട്. ആ കുഞ്ഞിനെ പിരിഞ്ഞ് മീനാക്ഷിക്ക് ജീവിക്കാൻ പറ്റില്ല. കുഞ്ഞിനെ കൊടുക്കുകയാണെങ്കിൽ അവൾ എന്നേക്കുമായി എന്റെ അടുത്തേക്ക് പോന്നോളാന്ന് സമ്മതിച്ചിട്ടുമുണ്ട്. എന്റെ ഹസ്ബൻഡിനോട് അവളത് പറഞ്ഞത്. മീനാക്ഷി മാധവ മന്ദിരത്തിലേക്ക് പോന്നാൽ നമ്മൾ രണ്ടുപേരുടെയും ലക്ഷ്യം ഒരേപോലെ നിറവേറും. ഇന്ദിരേച്ചി പറഞ്ഞത് എനിക്ക് മനസ്സിലായില്ല. ഇതിൽ എന്തിത്ര മനസ്സിലാക്കാനിരിക്കുന്നു? മീനാക്ഷി മാധവ മന്ദിരത്തിൽ താമസമാക്കിയാൽ അവളെ ചെമ്പകമംഗലത്തുകാര് വെറുക്കും. കാർത്തിക്കിന് ചെമ്പകമംഗലം വിട്ട് ഒരിടപാടില്ല. അവൻ മീനാക്ഷിയെ ഉപേക്ഷിക്കും. അവരുടെ കുടുംബജീവിതം തകർക്കണമെന്ന ഒറ്റ ലക്ഷ്യമല്ലേ സഹീറയ്ക്കുള്ളൂ. അങ്ങനെയെങ്കിലും അവനോട് പക വീട്ടില്ലെങ്കിൽ പിന്നെ ഞാൻ എന്തിനാ ജീവിച്ചിരിക്കുന്നേ? ഇനിയിപ്പോ ഞാൻ ചെയ്യേണ്ട കാര്യം ആ മൈഥിലിയെ കണ്ടെത്തണം. അവളുടെ കയ്യിൽ നിന്ന് ആ കുഞ്ഞിനെ എന്റെ കയ്യിൽ കിട്ടണം. അതിനെന്നെ സഹായിക്കണം. ഏതെങ്കിലും അമ്മമാർ അവരവരുടെ കുഞ്ഞിനെ ആർക്കെങ്കിലും കൊടുക്കുകയോ ചേച്ചി? അമ്മമാര് കൊടുക്കില്ല. പക്ഷേ ഇവള് വേണമെങ്കിൽ കുഞ്ഞിനെ വിറ്റ് കളയും. കാരണം ഇവളൊരു അമ്മയേ അല്ല. ഓക്കെ ചേച്ചി, ചേച്ചി ധൈര്യമായിട്ടിരിക്കെ, ഞാൻ ട്രൈ ചെയ്യാം. ബിസിയാ, പൊക്കോട്ടെ. ശരി. ചേട്ടാ, ചേട്ടന്റെ വീട് ഇവിടെ അടുത്തെങ്ങാനാണോ? കുറച്ചപ്പുറത്താ. എന്താ കുട്ടി? ദേ, ആ വലിയ വീട്ടിൽ താമസിക്കുന്നവര് ഇപ്പൊ അവിടെ ഇല്ലേ? ആ വാടകക്കാരെ കുറിച്ചാണോ കുട്ടി ചോദിക്കുന്നത്? ആ. ഒരു ബുള്ളറ്റ് നിറക്കുന്ന ജിമ്മൻ. അതെ, അത് തന്നെ. അവനും അവന്റെ ഭാര്യ എന്നും മഹാ അലമ്പ. അവരൊക്കെ അവിടെ നിന്ന് പോയി. അത് ശ്രീകാര്യത്തുള്ള ഒരാളുടെ വീടായിരുന്നു. അയാൾ വന്ന് വീടും പൂട്ടി താക്കോല് കൊണ്ടുപോയി. എന്താ മോളെ? ഒന്നുമില്ല. ചേട്ടൻ ഓട്ടം പോവോ? പിന്നെന്താ, കയറിക്കോ. തമ്പുരാമുക്കിലേക്ക്. ഇവിടെ നിർത്തിയാ മതി. എത്രയായി? 100.
എവിടെയാണ് ആ കുഞ്ഞ്? അതെന്റെ കുഞ്ഞല്ലേ, അതിന്റെ കാര്യം നീ തിരക്കുന്ന എന്തിനാ? ആ കുഞ്ഞിനെ എനിക്ക് വേണം. എന്റെ ജീവിതം തകർത്ത് എന്നെ തല്ലി കൊല്ലാറാക്കി നീ. പിന്നെ എന്നെ ഇല്ലാതാക്കാൻ ഈ ഗുണ്ടകൾക്ക് കൊട്ടേഷനും കൊടുത്തു. ഞാനിപ്പോ പെരുവഴിയില്ല. എന്നിട്ട് വന്ന് എന്റെ കുഞ്ഞിനെ ചോദിക്കുന്നോ? എനിക്ക് ആ കുഞ്ഞിനെ വേണം. തരില്ല ഞാൻ. എന്റെ കുഞ്ഞിനെ ഞാൻ വളർത്തും. പിന്നെ നീ വളർത്തും. ആ കുഞ്ഞ് എവിടെയുണ്ടെന്ന് പറയാതെ നിന്നെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല. ഇത് പബ്ലിക് പ്ലേസാ. എന്റെ നേരെ വന്നാ ഞാൻ ബഹളം വെച്ച് ആളെ കൂട്ടും. എന്നാ ബഹളം വെച്ച് നീ ആളെ കൂട്ടറി. എന്താടി ആളെ കൂട്ടുന്നില്ലേ? എന്താടി? അയ്യോ, ഓടി വരണേ. ഇവൻ എന്നെ ഉപദ്രവിക്കുന്നേ. ഓടി വാ. ആരെങ്കിലും ഒന്ന് ഓടി വരണേ. എന്താടി കാണിക്കുന്നേ? ഈശ്വരാ. എന്താ 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 മാഡം? നീ ആരാടാ? കാര്യം പറ കൊച്ചേ. ദേ, ഇവൻ കുറെ നേരമായി എന്റെ പിന്നാലെ നടന്ന് ശല്യപ്പെടുത്തുക. 1-2 വട്ടം ഇവൻ എന്നെ കയറി പിടിക്കുകയും ചെയ്തു. അത് ശരി, ഈ പട്ടാപ്പകൽ നേരത്ത് ഈ ടൗണില് ഡോ ദേ കാര്യം അറിയാതെ സംസാരിക്കരുത്. ഇവളെന്റെ ഭാര്യ. അയ്യോ അല്ല, ഇവൻ എന്തോ സൈക്കോ ആണെന്ന് തോന്നുന്നു. ഞാൻ ACP കാർത്തിക്കിന്റെ ഭാര്യ. അത് ശരി, ACPയുടെ ഭാര്യയോടാണോ അതിക്രമം? ഓ, ഈ നാട് പോണ പോക്കേ. എന്നാ നമുക്കൊരു കാര്യം ചെയ്യാം, പോലീസിനെ തന്നെ വിളിക്കാം. നിക്കേ, അങ്ങനെ അങ്ങ് പോയാലോ? ഇനി നീ പോലീസ് വന്നിട്ട് പോയാ മതി. മീനാക്ഷി എവിടെയാ നന്ദിനി? ആ, അവളെ മൈഥിലി താമസിച്ചിരുന്ന വീട് വരെ ഒന്ന് പോയിരിക്കാ ഗിരി. ആ, അതെന്തിനാ ഒറ്റയ്ക്ക് വിട്ടത്? അങ്ങനെയാണ് എന്നോട് പറയായിരുന്നില്ലേ? ഞാൻ എന്റെ കാറിൽ കൊണ്ടുപോയിരുന്നല്ലോ. ഇതെന്തൊക്കെയാ ഗിരി? ചില വീട്ടു സാധനങ്ങൾ നന്ദിനി, കുറച്ച് പാത്രങ്ങളും അരിയും പഞ്ചസാരയും ഒക്കെയാ. എന്തിനാ ഗിരി ഇതൊക്കെ? ഞങ്ങൾ പോയി വാങ്ങിക്കുമായിരുന്നല്ലോ. നിങ്ങൾ പെണ്ണുങ്ങൾ ഈ നാട്ടിൻ പുറത്ത് പോയിട്ട് ഇതൊക്കെ വാങ്ങിച്ചോണ്ട് വരുന്നതിലും നല്ലതല്ലേ ഞാനിത് വാങ്ങിച്ചോണ്ട് വരുന്നത്. എന്നാലും എന്തിനാ ഇങ്ങനെ ബുദ്ധിമുട്ടുന്നേ? അതെ, ഇതിനകത്ത് കുറച്ച് കുപ്പിപാത്രങ്ങളാ, അതൊക്കെ പൊട്ടാതെ നോക്കണം. അവളെ കണ്ടോ മോളെ? ഇല്ലമ്മേ, അവളൊന്നും അവിടെ ഇല്ല. വീട് പൂട്ടിക്കിടക്കുക. അവള് മുങ്ങിക്കാണും. കേട്ടിടത്തോളം അവര് പക്ക ക്രിമിനൽസാ, ഈ മൈഥിലിയും വൈശാഖും. ഇനി ഇത്തരത്തിലുള്ള കാര്യങ്ങൾക്കൊന്നും മീനാക്ഷി ഒറ്റയ്ക്ക് പോരുതെന്നാ എന്റെ അഭിപ്രായം. എന്തും ചെയ്യാൻ മടിക്കാത്തവരാ ആ രണ്ടാളും. മോള് വിളിച്ചോ, അങ്കിള് വരാൻ കൂടെ. ശരി അങ്കിൾ. അതെ, എനിക്ക് എന്റെ ഓഫീസ് വരെ ഒന്ന് പോണം. എന്ത് കാര്യമുണ്ടെങ്കിലും എന്നെ വിളിക്കാൻ മടിക്കരുത് കേട്ടോ. ഗിരികൾ വാങ്ങിക്കൊണ്ടു വന്നാണോ ഇതെല്ലാം? അതെ മോളെ. എന്താ മീനാക്ഷി? ഇതൊക്കെ ഒരു കടപ്പാടായി മാറും അമ്മേ.
പെമ്പിള്ളേർക്ക് വഴി നടക്കാൻ പറ്റില്ലെന്ന് വന്നാൽ ഇവന്റെയൊക്കെ കൈയും കാലും തല്ലി ഓടിക്കണം. ഓക്കെ, ഞാൻ ഇവളോട് സോറി പറഞ്ഞേക്കാം. അതുപോലെ എന്നെ വിട്ടേക്ക്. ഒരു സോറി പറഞ്ഞാലും മതി. ഇനിയൊരു സോറിയും പറയണ്ട. പോലീസ് വരട്ടെ. എന്താടാ, എന്താ ഇവിടെ പ്രശ്നം? ദേ ഇവൻ ഈ പെൺകുട്ടിയെ കയറി പിടിച്ചു. ഇവളെ കരഞ്ഞ് ബഹളം വെച്ചപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ ഓടി വന്നു. ഇവരെ തടഞ്ഞു വെച്ചിട്ടാണ് ഞങ്ങൾ പോലീസിനെ ഫോൺ ചെയ്തത്. നേരാണോ മേഡം? അതെ സർ, ഇവൻ ഒത്തിരി പ്രാവശ്യം എന്നെ ശല്യപ്പെടുത്താൻ നോക്കി. രക്ഷപ്പെടാൻ ഒരു മാർഗം ഇല്ലാഞ്ഞിട്ടാ ഞാൻ കരഞ്ഞ ബഹളം വെച്ച് ആളെ കൂട്ടിയത്. സാറേ, ഇവളെന്റെ ഭാര്യയാണ്. നീ മിണ്ടരുത്. ഇവനെ പിടിച്ച് വണ്ടി കയറ്റ്. സാറേ, ഞാനത് പറയട്ടെ സാറേ. സാറേ, ഇവളെന്റെ ഭാര്യയാണ് സാറേ. മാഡം കൂടി വന്ന് ജീപ്പിൽ കയറി. അതിന് ഞാൻ എന്തിനു വരണം? പരാതിക്കാരി മാഡമാ. ചെന്ന് ജീപ്പിൽ കയറ്. ഞാൻ ACP കാർത്തികിന്റെ ഭാര്യയാ. ആരും ആയിക്കോട്ടെ, ജീപ്പിൽ കയറാനാ പറഞ്ഞത്. കയറ്.